സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശിൻ്റെയും മീനാക്ഷിയുടെയും റൂമിലേക്ക് അനു കടന്നു വരുന്നുണ്ട്. അനുവിന് ഒരു മര്യാദ ഇല്ലാതെ ചേട്ടനോട് പറയുന്നു. ചേട്ടനോട് പോയി അമ്മയുടെ അടുത്ത് കിടക്കാനൊക്കെയാണ് പറയുന്നത്. അതെന്തായാലും നമ്മുടെ മീനാക്ഷിക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. മീനാക്ഷി പെട്ടെന്ന് തന്നെ ചാടി തുള്ളി പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആകാശിനോട് പറയുന്നുണ്ട്, ആകാശെ പറയുന്നതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കരുത്, ഒരു പ്രത്യേക ഫാമിലിയാണ് നിങ്ങളുടെ. ആകാശിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു ബോധമില്ലേ. നമ്മളിപ്പോൾ വിവാഹം കഴിഞ്ഞ ആൾക്കാരെന്നുള്ള പോലും ചിന്തയില്ലാണ്ട് അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകും, എന്നെ ഒന്ന് പറഞ്ഞയച്ചതായോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് പൊട്ടി തെറിക്കണം നമ്മുടെ മീനാക്ഷി ക്ഷമിക്ക്, ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇന്നത്തെ ഒരു ദിവസമല്ലേ, ഞാനത് എന്തെങ്കിലും മാനേജ് ചെയ്യാം, നാളെയും മറ്റന്നാളും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കറങ്ങാൻ പോകണം, ഞാൻ ഒറ്റയ്ക്ക് പോകണം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വായോ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പെട്ടെന്ന് ചാടിത്തുള്ളി പോകുന്നുണ്ട്. ആകാശ് പിന്നാലെ ചെന്ന് പിടിക്കുന്നുണ്ട്. മീനാക്ഷി നീ ഒന്ന് ക്ഷമിക്ക്, നീ ഇങ്ങനെ ഒന്ന് വാശി പിടിക്കല്ലേ, ശരിയാക്കാം, നാളെ നമുക്ക് ടൂർ പോകാം, നാളെ നമുക്ക് ഇവിടുന്ന് കറങ്ങാൻ പോകാം. നോക്കിയേ, നിങ്ങളുടെ അച്ഛനോട് പറയാൻ എനിക്കൊരു പേടിയില്ല, ഞാൻ നിങ്ങളുടെ അച്ഛനോട് പറയുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നാളെ കറങ്ങാൻ പോകും, ഞാനൊരു ദിവസത്തേക്ക് ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇല്ല പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആകാശിനെ ഒരു കണക്കിന് മീനാക്ഷിനെ സമ്മതിപ്പിക്കണൊക്കെ ഉണ്ട്. അപ്പം പിന്നെ മീനാക്ഷി ഒന്ന് താഴുന്നുണ്ട്. മീനാക്ഷി പറയുന്നുണ്ട് ശരി, സമ്മതിച്ച് നാളെ പോകാം, ഇന്നിപ്പോൾ ഞാൻ ക്ഷമിക്കുന്നു, സോറി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ മീനാക്ഷി ശരിയാവുന്നുണ്ട്. റൂമിൽ നിന്ന് അവൾ പോയിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് അനു, അല്ലെങ്കിൽ അവളെ ഞാൻ തൂക്കിയെടുത്ത് പുറത്തെറിയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷി ചാടിത്തുള്ളി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആര്യനാണ്. ആര്യൻ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ടൗലൊക്കെ വലിച്ചെറിയുന്നുണ്ട്. നമ്മുടെ ബാലനാണെങ്കിൽ പണ്ടത്തെ പോലെ കണക്കൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ റൂമിലെ ടൗലൊക്കെ അങ്ങനെ വലിച്ചെറിഞ്ഞ് അച്ഛൻ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ ടി വി വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട 9 മണിക്ക് ശേഷം മാത്രമേ ടി വി കാണാൻ പാടുള്ളൂ. എന്തുട്ടാ അച്ഛാ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചു. കൂട്ടിലിട്ട കിളികൾ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ടടാ, എനിക്ക് മനസ്സിലായടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ പറഞ്ഞു നീ എന്നെ പരിഹസിക്കൊന്നും വേണ്ട, എല്ലാണ്ട് തന്നെ എനിക്ക് തലയ്ക്ക് ഭ്രാന്തെടുത്തിരിക്കണേ, 22,700 രൂപയെ ഈ 3 റൂമിന്, ഇതൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. റെസ്റ്റോറൻറ്റിലേക്ക് പോയപ്പോൾ നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്നുണ്ട്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തർ പറഞ്ഞോളാം ബാലൻ പറയുന്നുണ്ട്. മീനാക്ഷി ആദ്യം തന്നെ പറയുന്നുണ്ട് എനിക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ആകാശം അങ്ങനെ തന്നെ പറഞ്ഞ്. അങ്ങനെ ബാക്കി എല്ലാവരും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ സെറ്റ് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എന്ന് പറഞ്ഞ് എല്ലാ സാധനങ്ങളും കൂടി വരുന്നുണ്ട്. പിന്നെ ആര്യനോട് ചോദിക്കുന്നുണ്ട്, എടാ ആര്യൻ ചിക്കൻ കറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ചിക്കൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആര്യനോട് വില വിവരണ പട്ടിക ബുക്ക് എടുത്തിട്ട് പറയുന്നുണ്ട്, ഇതിലെ റേറ്റൊക്കെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തി ഒരെണ്ണം 30 രൂപ, ചിക്കൻ കറി 200 രൂപ. എന്താടാ ഒന്നുകൂടെ വായിച്ചേ, എന്താ ചപ്പാത്തി ഒരെണ്ണം 20 രൂപ, ചിക്കൻ കറി 200 രൂപ എന്നൊക്കെ പറയുന്നത്. 30 രൂപയോ ഒരു ചപ്പാത്തിക്കോ, എന്താണ്ടായി പറയുന്നത് എന്നൊക്കെ ചോദിച്ച് അപ്പോഴത്തേനും മാനേജറെ വിളിക്കാൻ പറയും. മാനേജർ വരും. ഒരു എന്താണ് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു മര്യാദ ഇല്ല. ഞാനും പലചരക്ക് കടക്കാരനാണ്, ഞാനും അവിടെ ഇതൊക്കെ ഇങ്ങനത്തെ എനിക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, ഒരു ചപ്പാത്തിക്ക് 30 രൂപയില്ല എന്നുള്ള കാര്യം അറിയാം, ആൾക്കാരിങ്ങനെ പറ്റിക്കരുന്നൊക്കെ പറഞ്ഞു. മീനാക്ഷി ആകാശം എന്നുണ്ടെങ്കിൽ അപ്പുറത്തിരുന്ന് നാണം കിടന്നു പ്ലേറ്റ്, ആരും ഭക്ഷണം കഴിക്കണ്ട, ആരും ഇവിടുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാനേജർ പറയുന്നുണ്ട് കഴിക്കണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ഇവിടുന്ന് കയറി ഭക്ഷണം കഴിച്ച കൊണ്ടുവച്ചതിൻ്റെ പൈസ തരണം എന്ന് പറഞ്ഞ്. അതെന്തായാലും നടക്കില്ല, ഞങ്ങൾ എന്താണ് സ്ത്രീകളുള്ളതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞ് മാനേജറും ചൂടാവുന്നുണ്ട്. അതെ വില വിവരണ പട്ടികയൊക്കെ പുറത്ത് എഴുതിയേക്കണം, നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നോക്കണം, എന്നെ പറ്റിക്കാൻ നോക്കണ്ട, എൻ്റെ അങ്ങനത്തെ കാശ്, എന്നിൽ ഇഷ്ടം പോലെ കാശുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് തരാൻ എൻ്റെ കാശില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടി തെറിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നുണ്ട് എല്ലാവരും. അങ്ങനെ കണക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ നടന്ന് നമ്മുടെ ഗോമതി ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് തന്നെ കഴിക്കുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെയല്ല എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. മീനാക്ഷിക്ക് ഈ ദേഷ്യം വന്നിട്ട് പാടില്ല. മീനാക്ഷി പറഞ്ഞ 22,700 രൂപയുടെ കണക്ക് നിങ്ങളുടെ അച്ഛനോട് പറയല്ലേ എന്ന് പറയാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും അതിന് ശേഷം ഒരു തട്ടുകടയിലേക്ക് ഇനി പോകണം. തട്ടുകടയിൽ ചെന്നിട്ട് ഭക്ഷണം ദോശ ഓർഡർ ചെയ്ത് എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞ് മീനാക്ഷി പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ ഈ സാധനം മേടിക്കുന്ന ദോശ മേടിച്ച് കഴിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ധർമ്മനാണ്. ഈ ധർമ്മൻ കടയിൽ നിന്ന് ഇറങ്ങണ്. അപ്പോൾ കണക്കൊന്നും നോക്കില്ലെന്ന് വെച്ചപ്പോൾ പിന്നെ വീട്ടിൽ ചെന്ന് നോക്കാം, 16 പ്രാവശ്യം നോക്കിയാലും കൂടാനും കുറയാനൊന്നും പോകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്
പിന്നെ പറഞ്ഞാൽ അളിയനൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കണക്ക് കൂട്ടിയെടുക്കാനൊക്കെ ഇച്ചിരി പാട് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം മനസ്സിലായില്ല നിനക്ക് ഇതൊന്നും നല്ല എളുപ്പമുള്ള കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് അങ്ങനെ കടടച്ച് അവർ രണ്ടുപേരും കൂടെ പോകുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നീട് ആര്യൻ നമ്മുടെ ആകാശിനെ ഉപദേശിക്കുന്നു, ചേട്ടാ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ചേച്ചിനോട് നമ്മൾ കാണിക്കുന്നത് ചതിന്, ചേച്ചിനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം, ഇതേപോലെ തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാനൊന്നല്ല, ചേട്ടൻ പ്രതികരിക്കണം, ചേച്ചി ചേട്ടത്തിൻ്റെ ധൈര്യമെങ്കിലും ചേട്ടൻ കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ എടാ ഞാൻ എന്ത് ചെയ്യാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്ന് ഏത് ചെയ്യണം എന്നല്ല, അവനാൻ്റെ കാര്യങ്ങൾ അവനാൻ തുറന്ന് പറയണം. എന്നിട്ട് പറ്റില്ലെങ്കിൽ ദേവമംഗലത്ത് നിന്ന് ഇറങ്ങിപ്പോണം. ഞാൻ ദേവമംഗലത്ത് നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് നീ പറയണമെന്ന് വെച്ചപ്പോൾ പോണ്ടി വന്നാൽ പോകണം, ഏട്ടൻ പോയാൽ ദേവമംഗലത്തുള്ളവർക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല, ഏട്ടനും കുഴപ്പമുണ്ടാവില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഏട്ടൻ പോകാൻ നോക്ക്, ചേട്ടത്തിനെയും കൊണ്ട് എവിടെയെങ്കിലും നാളെ തന്നെ ആയാലും എവിടെയെങ്കിലും ടൂറൊക്കെ കൊണ്ടുപോകാം, ഇങ്ങനെ എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ടാണോ വന്നത്, നാണക്കേട് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. ശരിയാടാ, ഞാൻ നാളെ എന്തായാലും അച്ഛനോട് പറഞ്ഞ് ഞാൻ മീനാക്ഷിനെയും കൊണ്ട് കറങ്ങാൻ പോകും, നീ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാലനെ പുറത്തേക്ക് വിളിച്ചിട്ട് പോയിട്ട് നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടാ എനിക്ക് ബാലനോട് കാര്യം പറയാൻ എൻ്റെ വിഷമമൊന്നും വിചാരിക്കുന്നു പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ ഏതിനും ബാലേട്ടൻ്റെ കൂടെ ഉണ്ട്, ഇല്ലയെന്ന് തോന്നുന്നില്ലല്ലോ, ഉണ്ടല്ലോ, പിന്നെ എന്താ ഞാനൊരു കാര്യം പറഞ്ഞാൽ ബാലേട്ടനെ അനുസരിക്കുമെന്ന് വെച്ചാൽ നിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ്, ഇപ്പം തന്നെ കണ്ടില്ലേ ഇത്രയും കാശ് കൊണ്ട് ചിലവാക്കാനാണോ ഞാൻ എന്ന് ചോദിക്കുന്നുണ്ട് ഗോമതിനോട്. അതല്ല, നമ്മൾ മാത്രമുള്ളപ്പോൾ നമ്മളെ കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പം നമ്മളെ വീട്ടിലൊരു പുതിയൊരു പെൺകുട്ടിയും കൂടി ഇല്ലേ, അവളും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, അവൾ എൻ്റെ മകള് ചില്ലറക്കാരിയല്ലാണെങ്കിൽ അവളെ ഭരണം നമ്മുടെ വീട്ടിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൾ എൻ്റെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാണ് ബാലേട്ട, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവരാർ തുറന്ന് പറയുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഇവിടെ വേണ്ട, ബാലൻ തീരുമാനിക്കുന്ന കാര്യങ്ങളിലൂടെ മാത്രം പോയാൽ മതി, അവൾ ഇത്തിരി സാമ്പത്തികക്കാരി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. ഗോമതി പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് പുതിയ പെൺകുട്ടീനെ, അതുകൊണ്ട് നമ്മുടെ ചിട്ടകളും ഈ 10 രൂപ കൊണ്ട് 5 രൂപ കൊണ്ടും ജീവിക്കുന്ന കാലമൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ബാലൻ എന്തിലും ഏതിലും നിൽക്കണില്ല, ബാലൻ ആ ഒറ്റ കാലിൽ തന്നെ നിൽക്കുന്നത്. എന്തായാലും ഗോമതിക്ക് മനസ്സിലായി ബാലൻ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റൂല, ബാലൻ്റെ വഴിയെ തന്നെ പോകുന്നതാണ് നല്ലതെന്ന് അങ്ങനെയാണ് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.